ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സോളോ കറക്കം പോവാണ് കേട്ടോ. തൃശ്ശൂർക്കാണ് പോണത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ തൃശ്ശൂർക്കാണ് കേട്ടോ പോണത്. ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് വന്നു. സെൻറ്റ് സേവിയറിലാണ് പോയത്. ഇതിൽ ഞാൻ ജോലിക്ക് പോണ വണ്ടിയാണ് കേട്ടോ. പിന്നെ നേരെ കയറിയിരുന്ന് നമ്മുടെ KFRI ഭാഗം എന്താണെന്നറിയില്ല, ദിവസം 2 നേരം കാണുന്ന വഴിയാണ്. എന്നാലും ഞാൻ ഈ വഴി കണ്ടു കഴിഞ്ഞാൽ എന്നിങ്ങനെ ആസ്വദിക്കും. പണ്ടേ എനിക്ക് ഈ കാടൊരു വീക്ക്നെസ്സാണ്. അങ്ങനെ ഞാൻ പോയി ടൗണിലെത്തി ഇറങ്ങി നേരെ തേക്കിൻകാട് മൈതാനത്ത് പോയി കുറച്ച് നേരം ഇരുന്നു. കാരണം 12:30 പടം. ഞാൻ ഒരു 11:30 ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഏകദേശം ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് എണീറ്റ് ഒരു ജ്യൂസ് കുടിച്ചിട്ട് സിനിമയ്ക്ക് പോകാൻ വെച്ചു. ലാഗത്തിലായിരുന്നു നമ്മളെ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വരാനും ജ്യൂസ് കഴിക്കാനും ഒക്കെ ആയിട്ട്. ഇവിടുത്തെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് വരാറുമുണ്ട്. അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് നേരെ വീണ്ടും നടന്നു. എനിക്കെപ്പോഴും ഈ നടന്നു പോകുന്നതിനോടാണ് താല്പര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നു പോകുമ്പോൾ കുറേ പേരെ കാണാം. വഴിയിൽ കുറേ സാധനങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു തൃശ്ശൂർ. അപ്പോൾ എല്ലാതും നോക്കി പതുക്കെ നടന്ന് അങ്ങനെ പോയി. പിന്നെ നമ്മൾ കിടക്കുന്നതിൻ്റെ അവിടെ എത്തിയപ്പോൾ ആളോടൊന്ന് ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്കാണ് വന്നേക്കണേ, കൂടെ ഉണ്ടായിക്കൊള്ളാട്ടാന്ന്. അവിടെ നിന്ന് നേരെ രാമദാസ് സ്റ്റേഷൻ വെച്ച് എത്തി. അവിടെ എത്തിയപ്പോഴാണ് ആരും കാണാനില്ല പുറത്ത്. പിന്നെ നോക്കിയും പിടിച്ചും പറഞ്ഞൊക്കെ വന്നപ്പോഴാണ് സിനിമ 12 മണിക്കായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ 12:15 പറയും. ഒരു 15 മിനിറ്റ് ലേറ്റായി. എന്നാലും സാരില്ല, സിനിമ കുഴപ്പമുണ്ടാകുന്നില്ല, രസമുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫൊക്കെ അടിപൊളിയായിട്ട് കോമഡി ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബിരിയാണി കഴിക്കാന്നുള്ള പ്രതീക്ഷയിൽ ഭാരതി പോയപ്പോൾ ബിരിയാണി കഴിഞ്ഞു. പിന്നെ മസാല ദോശയും കഴിച്ച് വീണ്ടും കുറച്ച് നേരം ടൗണിലിരുന്ന്. അവിടെ കുറച്ച് പേര് പ്രാവുകളുണ്ടായിരുന്നു. അവർക്ക് ഫുഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ടായി, ഉണ്ണികളെ നോക്കുന്ന ആൾക്കാരുണ്ടായി. അതേപോലെ ഒറ്റയ്ക്ക് വീടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വന്നിട്ട് ഇരിക്കുന്ന ചേട്ടന്മാരുണ്ടായി. എല്ലാവരും ഇങ്ങനെ നോക്കാം. എനിക്ക് പണ്ടും ഒറ്റയ്ക്ക് പോകുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള യാത്രകളിലെല്ലാം ഏട്ടനുണ്ടാവാറുണ്ട്. പിന്നെ ഉണ്ണി ആയതിന് ശേഷം അവളെയും കൊണ്ടുപോകാറുണ്ട്. അപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് പോകേണ്ടി വരാറില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകണത് ഒരു രസമാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ നീക്കി വയ്ക്കുക എന്നൊക്കെ പറയണത് നമ്മളെ സന്തോഷിപ്പിക്കുന്നതിന് തുല്യം. പിന്നെ അവിടെ നിന്ന് നേരെ ഞാൻ ശക്തനിലേക്ക് പോന്നു. ശക്തനിലെത്തിയപ്പോഴും പക്ഷെ അവിടെ നിന്നും പോരുന്ന വഴി കണ്ട നല്ല തിരക്കാണ്. കുറേ ആൾക്കാരുണ്ട്. എന്താ പറയുക, പല നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒത്തിരി ആൾക്കാർ. കുറച്ച് നടന്നപ്പോൾ ക്ഷീണിച്ചു. അപ്പോൾ ഒരു ഷെയ്ക്കാവുന്ന വെച്ചാൽ ഷെയ്ക്കൊക്കെ കുടിച്ച് പിന്നെ വീണ്ടും നടന്നു. ഇപ്പം നടക്കുന്ന ഈ വഴി എന്ന് പറയുന്നത് എൻ്റെ നൊസ്റ്റാൾജിയാണ്. കാരണം ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ രാവിലെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശക്തനിലേക്ക് എത്തിയിട്ട് വേണം ബസ് കയറി പോകാനായിട്ട്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൾക്കും ഈ ഒരു വൈബുള്ള കുട്ടി തന്നെ, അനു എന്നാണ് കേട്ടോ പേര്. ഞങ്ങൾ 2 പേരും നടക്കും ഈ വഴിയിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്തൊക്കെ ഫുട്പാത്തും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും കൂടി രസമാണ് നടക്കാനായിട്ട്. പിന്നെ ഇവിടെ വന്നു നമ്മുടെ ആകാശപാതയിലൊക്കെ ഒന്ന് കയറി മാർക്കറ്റിലിറങ്ങി കുറച്ച് പച്ചക്കറികൾ വാങ്ങാണ്ടായിരുന്നു. പച്ചക്കറികളും കൂടി വാങ്ങിയിട്ട് നേരെ ശക്തനിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ബസ് വന്ന് കിടക്കണ്ടായി. അപ്പോൾ വേഗം കയറിയിരുന്നു. ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഫോണൊക്കെ തോണ്ടി അങ്ങനെ കൂടി ഇരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയോളൂ കേട്ടോ. ടാറ്റാ.